പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി രഹസ്യ ചർച്ച നടത്തിയത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ആലുവയിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ജില്ലകളിലെ 200ഓളം ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും ക്യാമ്പിൽ പങ്കെടുത്തു. സർക്കാരിനെതിരായ ശബ്ദം CPM-ൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നും PV അൻവർ MLA ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെന്നും സ്വർണ്ണക്കടത്ത്, കരിമണൽ ഖനനം, മാസപ്പടി എന്നിവയിലൂടെ കോടികളുടെ അഴിമതിയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും KPCC പ്രസിഡന്റ് കെ. സുധാകരൻ കുറ്റപ്പെടുത്തി. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് സോൺ 3 സംസ്ഥാന ക്യാമ്പ് ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ശക്തമായാൽ കേരളത്തിലെ കോൺഗ്രസ് ശക്തമായി. ഈ രാജ്യത്തിന്റെ സ്പന്ദനങ്ങളും തുടിപ്പുകളും ത്രസിപ്പും മനസ്സിലാക്കി ഇന്ത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കണം. സ്വതന്ത്ര ഭാരതം പ്രസവിച്ചു വീണത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ആശയ കൊഴുപ്പിലാണ്. അന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നാടിലെ വ്യത്യസ്തമായ മതങ്ങൾ, ഈ നാടിലെ വ്യത്യസ്തമായ ജാതികൾ, ഈ നാടിലെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനെ കോർത്തിണക്കി കൊണ്ടുപോകാൻ മതേതരത്വത്തിനല്ലാതെ സാധിക്കില്ല. ലോകം വിസ്മയത്തോടെയാണ് അന്ന് മതേതരത്വം പ്രഖ്യാപിച്ചപ്പോൾ അത് ചെവിക്കൊണ്ടത്. പല രാഷ്ട്രങ്ങളും പ്രതികരിച്ചു. ഇന്ത്യ നിലനിൽക്കില്ല, ഒന്നുമില്ലാതെയുള്ള രാഷ്ട്രമാണ്. അരിയില്ല, തുണിയില്ല, പണിയില്ല, വിദ്യാഭ്യാസമില്ല, ശാസ്ത്രമില്ല, ഒന്നുമില്ലാത്ത ഇന്ത്യ. ഇന്ന് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രമാണ്. സംസ്ഥാന പ്രസിഡന്റ് MP ജബി മേത്തർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 2025-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മഹിളാ കോൺഗ്രസ് പൂർണ്ണമായും സജ്ജമാകുക എന്ന വലിയ ഉത്തരവാദിത്തം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. 2023-ൽ സംസ്ഥാന കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, വാർഡ് കമ്മിറ്റി വരെയുള്ള പുനഃസംഘടന നമ്മൾ പൂർത്തീകരിക്കുകയും നമ്മൾ എന്നും അഭിമാനത്തോടെ പറയുന്നതാണ് 81,365 ഭാരവാഹികൾ വിവിധ തലങ്ങളിലായി മഹിളാ കോൺഗ്രസിനുണ്ട് എന്നുള്ളത്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ M ലിജു, ദീപ്തി മേരി വർഗീസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MLA അൻവർ സാദത്ത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി L അനിത, ജില്ലാ പ്രസിഡന്റുമാരായ T നിർമ്മല, സിന്ധു രാധാകൃഷ്ണൻ, P ഷഹർബാൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 200ഓളം ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.